നല്ല അടിപൊളി സ്ഥലല്ലേ. ഇജ്ജിപ്പോ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊടുന്നേ? വെറുതെ നിന്നെ തള്ളി താഴടാ. അതിന് നമ്മള് തമ്മില് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇജ്ജ് വെറുതെ ഫണ്ടി പറയാതിരുന്നാ. ആര് പറഞ്ഞു പ്രശ്നമല്ലാന്ന്? നീയും നിന്റെ ചങ്കുകളും കൂടിയല്ലേ എന്റെ കരിയർ ഇല്ലാതാക്കിയത്. കരിയറോ? എങ്ങനെയെങ്കിലും ബാറ്റിംഗ് പഠിച്ച് ഇന്ത്യൻ ടീമില് രോഹിത് ശർമ്മക്ക് പകരക്കാരനാവുക എന്നായിരുന്നു നിന്റെ സ്വപ്നം. ആ സ്വപ്നവുമായി ഞാൻ വന്നെത്തിയത് നീയും പിന്നെ കുറച്ച് മണ്ടന്മാരും പന്ത് തട്ടിയത് നിന്റെ തട്ടകത്തിലേക്ക്. ഒരു 10 കാലം ഞാനും നിങ്ങളോടൊപ്പം പന്ത് തട്ടി. പക്ഷെ എനിക്ക് എന്റെ സ്വപ്നത്തിലെത്താൻ സാധിച്ചില്ല. എടാ അത് എനക്ക് കഴിവില്ലാത്തോണ്ടല്ലേ. കഴിവില്ലല്ലേ? 10 വർഷം കൊണ്ട് നീ എനിക്ക് എത്ര തവണ ബാറ്റിംഗ് തന്നു? അതിപ്പോ ഇല്ല, തന്നില്ല. ഒരു തവണ പോലും തന്നില്ല. ഒരു പ്രാവശ്യം ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആദ്യമായി 9 വിക്കറ്റ് പോയി. അന്ന് ആദ്യമായി ഞാൻ ആ ബാറ്റ് ഒന്ന് കയ്യിലെടുത്തു. ആദ്യമായി ഞാൻ സന്തോഷിച്ചു. പക്ഷെ അന്ന് നീ ടീം ഡിക്ലെയർ ചെയ്തു. അന്ന് എനിക്കുണ്ടായ നിരാശക്ക് അളവില്ല. അതൊക്കെ പോട്ടറാ, ക്ഷമിക്കാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ പറ്റുമോ? ഇന്ന് 2020 രോഹിത് ശർമ്മക്ക് പകരം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുന്നു. ഏകദിനത്തിൽ ജയ്സ്വാളും ഗില്ലും തട്ടിത്തടയുന്നു. അവർക്ക് പകരം നിനക്ക് എന്നെ ഇറക്കാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പൊ ഇതിന് ക്ഷമയുമില്ല. ഞാനൊരു തീരുമാനമെടുത്താ വന്നത്. ഇന്ന് ഈ പാറ വിട്ട് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. ചാകാൻ തയ്യാറായിട്ടാ ഞാൻ വന്നത്. നീയോ?